പ്രകൃതിയുടെ മിശ്രണം ടാറ്റയുടെ പാക്കിംഗ് എന്ന് ടാറ്റ ടീയെ കുറിച്ച് കണ്ണൻ ദേവൻ തേയിലയെ കുറിച്ച് ഒരു പരസ്യവാചകം ഉണ്ടായിരുന്നു. അതുപോലെയാണോ ഈ നിയമനം നടന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അമിത്ഷായുടെ തീരുമാനം, അതിന്റെ അടിയിൽ ഒപ്പുവെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതാണോ ഉണ്ടായത്? ആ ഒരു തോന്നലാണ് സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്കാര്യത്തിൽ അമിത്ഷാ ഒരു തീരുമാനം പറഞ്ഞാല് അല്ലെങ്കിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാല് സംസ്ഥാന സർക്കാരിന് തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കാരണം CBI വാദിയായിട്ടുള്ള ലാവ്ലിൻ കേസ് ഇപ്പോൾ സുപ്രീം കോടതി കിടക്കുക. അതിങ്ങനെ മാറ്റി മാറ്റി നീട്ടി വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള മാസപ്പടി കേസ്, കരിമണൽ മാസപ്പടി കേസ്, അതിന്റെ SFIയുടെ അന്വേഷണം, അതില് അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു, അത് പിന്നെ കോടതിയിലൊക്കെ പോയി. അതും ഇങ്ങനെ തലയ്ക്ക് മുകളിൽ ഒരു വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ എത്ര കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ അമിത്ഷാജി ഒരു കാര്യം പറഞ്ഞാല്, ഒരു നിർദ്ദേശം വെച്ചാല് അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് MP ഗോവിന്ദൻ മാഷ് പറയുന്നത്, അതായത് DGPയുടെ നിയമനത്തിൽ പാർട്ടിക്ക് പ്രത്യേക താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അത് സർക്കാരിന്റെ താല്പര്യമായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യമായിരുന്നു. അവിടെ പാർട്ടിയോ പാർട്ടി വികാരങ്ങളോ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ വ്രണപ്പെടുമെന്ന് തോന്നലോ അല്ലെങ്കിൽ രക്തസാക്ഷി സ്മരണയോ അതൊന്നും പ്രസക്തമാകില്ല.